ബൈബിളിൽ പഴയ നിയമ ചരിത്രത്തിൽ സഹോദരങ്ങളാൽ വേട്ടയാടപ്പെടുന്ന ഒരു കഥാപാത്രമാണ് ജോസഫ്. മനുഷ്യരാൽ ദുഃഖം അനുഭവിക്കേണ്ടി വന്നവൻ. സ്വപ്നം കണ്ടതിന്റെ പേരിൽ അവൻ ഒറ്റപ്പെടുന്നു, പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെടുന്നു, 20 വെള്ളിക്കാശിന് വിൽക്കപ്പെടുകയും തടവുകാരനാക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. ജീവിതത്തിൽ എന്നും നന്മയ്ക്ക് വേണ്ടി നിന്നവനാണ് ജോസഫ്. പക്ഷെ എല്ലായ്പ്പോഴും പീഡിപ്പിക്കപ്പെടുകയാണ്. എന്നിട്ടും തൻ്റെ പ്രതാപകാലങ്ങളിൽ ഈ മനുഷ്യൻ ഉപാധികളൊന്നുമില്ലാതെ തന്നെ തൻ്റെ സഹോദരങ്ങളോട് പുറത്തു. മാത്രമല്ല, തനിക്കൊരു കുഞ്ഞു പിറന്നപ്പോൾ അയാൾ ഇങ്ങനെ പേരിട്ട് വിളിച്ചു, മനാസെ. നീ മറക്കണം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. നമ്മുടെ വ്രണിതാനുഭവങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ചിലതൊക്കെ മറക്കേണ്ടതാണ് എന്ന ബോധ്യത്തോടെ, മറക്കേണ്ടതിനെ മനഃപൂർവ്വം മറന്നുകൊണ്ട് ഒരു പുതിയ യാത്ര തുടരുവാൻ നമുക്ക് സാധിക്കണം. ചിലതൊക്കെ മറന്നാലേ ചിലതൊക്കെ നേടാനായി നമുക്ക് സാധിക്കുകയുള്ളൂ. നേട്ടത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ പൊറുക്കേണ്ടത് പൊറുത്തുകൊണ്ടാകട്ടെ ആ യാത്ര, വഴക്കുകളില്ലാതെ. ആ ഒരു മറക്കേണ്ടതും മറന്നുകൊണ്ടും ഓർക്കേണ്ടതിനെ ചേർത്ത് വെച്ചുകൊണ്ടും യാത്ര തുടരുവാൻ നമുക്ക് സാധിക്കണം. ചിലതൊക്കെ നാം പൊറുക്കണം. അതെ, അങ്ങനെ ക്ഷമിച്ച് ശീലിച്ച് യാത്ര തുടരുവാൻ നമുക്ക് സാധിക്കട്ടെ. നല്ലൊരു ദിനമാണ് ഈ ദിനം. ആസ്വദിക്കാം. നേരുന്നു ശുഭദിനം.